എന്താണ് ശരിക്കുമുള്ള ഒരു ജീവിത പങ്കാളി, ലൈഫ് പാർട്ണർ? ശരിക്കുമുള്ള ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈ ചോദ്യം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചാണ് മിക്കപ്പോഴും വരിക. ശരിയാണ്, ഒരു ലൈഫ് പാർട്ണർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അതല്ലാതെ വേറെ ഉണ്ടോ? ഉണ്ട്, അതിന് അടുത്ത് പറയാം. അതൊരു ക്യൂരിയോസിറ്റി ആയിട്ടിരിക്കട്ടെ, എന്താണ് അത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 15 വയസ്സ് 16 വയസ്സൊക്കെ ആകുമ്പോൾ, പ്രായപൂർത്തിയാകുമ്പോൾ ഓരോ ആൺകുട്ടിയും ഓരോ പെൺകുട്ടിയും അവരുടെ പാർട്ട്ണറിനെക്കുറിച്ച്, ലൈഫ് പാർട്ട്ണറിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. കാരണം ആ സമയത്താണ്, ഒരു 15-16 വയസ്സാണ് ഒരു പ്രായപൂർത്തിയാകുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും പ്രായപൂർത്തിയാകുന്ന സമയം. അതായതുകൊണ്ട് അതുമായിട്ട് അനുബന്ധമായിട്ട് അവരെപ്പോഴും ഒരു ലൈഫ് പാർട്ട്ണറിനെ കുറിച്ച് ചിന്തിക്കും. സോ ആദ്യം ചിന്തിക്കുന്ന സമയത്ത്, ലൈഫ് പാർട്ട്ണറിനെ കുറിച്ച് ആദ്യമായി ചിന്തിക്കുന്ന സമയത്ത് ലോങ് ടേമിലുള്ള, അല്ലെങ്കിൽ ശരിക്കും ഒരു ലോങ് വിഷനുള്ള രീതിയിൽ ആരും ലൈഫ് പാർട്ട്ണറെ കുറിച്ച് ചിന്തിക്കത്തില്ല. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് സൗന്ദര്യമുള്ള, കാണാൻ ഭംഗിയുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം ഇന്നിന്ന ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തി, എന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ തക്കതായ ഒരു ഇണ, എനിക്ക് പറ്റുന്ന ഒരു ഇണ വേണമെന്ന് മാത്രമേ തുടക്കത്തിൽ ഒരു കുട്ടി ചിന്തിക്കത്തുള്ളൂ. ഞാൻ കുട്ടിയെന്ന് പറയാൻ കാരണം 15-16 വയസ്സ് സമയത്തുള്ള ഒരു വ്യക്തി ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ അവർക്ക് എപ്പോഴും അട്രാക്റ്റീവായിരിക്കണം. ചിലർക്ക് പാടാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം, ചിലർക്ക് പടം വരയ്ക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം, ചിലർക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം. സോ ഇങ്ങനെ അവരുടെ മനസ്സിനകത്തുള്ള ചില ഐഡിയാസ് വെച്ചിട്ടായിരിക്കും എപ്പോഴും ലൈഫ് പാർട്ട്ണറെ കുറിച്ച് ആ സമയത്ത് അവർ സ്വപ്നം കാണുന്നത്. അപ്പോൾ ചെറിയ പ്രേമബന്ധത്തിലോ അങ്ങനെയുള്ള അഫക്ഷനിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളെയൊക്കെ മുൻതൂക്കം കൊടുത്തായിരിക്കും ചിലപ്പോൾ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുക. മിക്കവാറും കുഞ്ഞുങ്ങളൊക്കെ ചിന്തിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നല്ല മുടി, നല്ല കണ്ണ്, നല്ല ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോണുള്ള അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും ആ ഒരു കൗമാരപ്രായത്തിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ഒരു 20 വയസ്സോ 25 വയസ്സോ ഒക്കെ അനുബന്ധമായിട്ടുള്ള പ്രായത്തിലാണ് ഒരു ലൈഫ് പാർട്ണറെ കുറിച്ച് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സാമ്പത്തിക സ്ഥിതി നോക്കും, എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കും, കുടുംബ പശ്ചാത്തലം എന്താണെന്ന് നോക്കും. അപ്പോൾ ഒരു പടി കൂടെ കടന്ന് ചിന്തിക്കാനായിട്ടുള്ളൊരു പക്വത ഒരു 22-23 വയസ്സ് കഴിയുമ്പം ഒരു വ്യക്തിക്കുണ്ടാവും. അപ്പോൾ ഇണയെക്കുറിച്ച് തന്നെയാണ് വീണ്ടും അവർ ചിന്തിക്കുന്നത്. ഇണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടെ വിശാലമായ രീതിയിലുള്ള പാരാമീറ്റേഴ്സിനെ കുറിച്ച് അവർ ചിന്തിക്കും. അപ്പോഴും ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഓക്കെ, ഇവിടെയാണ് ശരിക്കുമുള്ള ലൈഫ് പാർട്ണറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ എല്ലാ മനുഷ്യനും ആ മനുഷ്യ ജന്മത്തിനകത്ത് ഒരു ലൈഫ് പർപ്പസ് ഉണ്ട്. ഞാൻ ലൈഫ് പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കരിയറിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ പ്രൊഫഷനെ കുറിച്ചല്ല പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും ലൈഫിനകത്തൊരു പർപ്പസ് വെച്ചിട്ടുണ്ട്. ഒരു പർപ്പസുമായിട്ടാണ് ഒരു വ്യക്തിയെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിലേക്ക് ജനിപ്പിക്കുന്നത്. ആ ലൈഫ് പർപ്പസിനെ അച്ചീവ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ കൂടെ നിൽക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് ലൈഫ് പാർട്ണർ. അതൊരാണാകാം, അതൊരു പെണ്ണാകാം. സോ ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത് ഒരിക്കലും ആരല്ല, ഒരു ഭാര്യയോ ഭർത്താവോ ആകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അതൊരു അപ്പനാകാം, ചിലപ്പോൾ നിങ്ങളുടെ അമ്മയാകാം, ചിലപ്പോൾ നിങ്ങളുടെ സഹോദരനാകാം, ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനാകാം, ആരോ ആകാം നിങ്ങളുടെ ലൈഫ് പാർട്ണർ. സോ ലൈഫ് പാർട്ണർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം വരുന്നത് ഇത്രയേ ഉള്ളൂ: നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പർപ്പസ് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ലൈഫ് പാർട്ണർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരാം. അതെൻ്റെ ഭാര്യയല്ലെങ്കിൽ, അതെൻ്റെ ഭർത്താവല്ലെങ്കിൽ എന്തു ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മിഷനിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ലൈഫ് പാർട്ണറായിട്ട് തന്ന 12 പേരുണ്ട്, ഒരാളല്ല. അദ്ദേഹം അത് പല സ്ഥലത്തും പറയുന്നുമുണ്ട്, നിങ്ങളാണ് എൻ്റെ കഷ്ടങ്ങളിൽ എൻ്റെ കൂടെ നിന്ന വ്യക്തികൾ.
എന്ന് ജീസസ് അവരെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. സോ എപ്പോഴും ഒരു മിഷൻ, ഒരു വ്യക്തിയുടെ മിഷനെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി ആ വ്യക്തിയുടെ മിഷന് വേണ്ടി കൂടെ ചേരുന്ന ആൾക്കാരാണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അവരെ മാത്രമേ ലൈഫ് പാർട്ട്നേഴ്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മറ്റു വ്യക്തി എന്താ, ഒരു ഹസ്ബൻഡ് ആണെങ്കിലോ ഒരു വൈഫാണെങ്കിലോ അവരൊരിക്കലും ലൈഫ് പാർട്ട്ണർ എന്നല്ല അവരെ പറയേണ്ടത്. അത് ശരിക്കും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനകത്ത്, ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് നിൽക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു ലൈഫ് പാർട്ട്ണറിനകത്ത് ഹസ്ബൻഡ് വന്നൂടെ? തീർച്ചയായിട്ടും വരാം. ഒരു ലൈഫ് പാർട്ട്ണറിനകത്ത് വൈഫ് വന്നൂടെ? തീർച്ചയായിട്ടും വരാം. അങ്ങനെ ഒരു വ്യവസ്ഥയാണ് ദൈവം ശരിക്കും കാണുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ കണ്ണിൽ ഒരു വിവാഹമെന്ന് പറയുന്നത്, ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് കേവലം സെക്സ് നടത്താൻ വേണ്ടിയിട്ടല്ല. ദാമ്പത്യ ജീവിതം ശരിക്കും കുഞ്ഞുങ്ങൾ ജനിച്ച് വളർത്തപ്പെടേണ്ട മാത്രം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ലൈഫ് പാർട്ണർ, വൈഫാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും, നിങ്ങളുടെ ലൈഫ് പർപ്പസിനെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി, പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാകണം ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ വേണം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ. സോ നല്ല മുടിയുള്ള, നല്ല കണ്ണുള്ള, ഐശ്വര്യ റായെ പോലെ ഇരിക്കുന്ന, അമിതാഭ് ബച്ചനെ പോലെ ഇരിക്കുന്ന, മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്ന വ്യക്തിയെ തേടി അല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങളുടെ ലൈഫ് പർപ്പസിനെ ഫുൾഫില്ല് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ജീവിതാവസാനം വരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ, അതാണ് നിങ്ങളുടെ ചോയ്സ്. അങ്ങനെ ആകട്ടെ നിങ്ങളുടെ ചോയ്സ്.